ഗണിതലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഇന്ന് ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്തൊരു ടോപ്പിക്കിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. ഓൾറെഡി നമ്മൾ ഇൻവേഴ്സ്, ഹൗ ടു ഫൈൻഡ് ഇൻവേഴ്സ് എന്നുള്ളത് മെട്രിക്സ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ബൈ യൂസിങ് എലമെന്ററി ഓപ്പറേഷൻസ്. ആൻഡ് യു ഓൾ നോ വാട്ട്സ് എ ഡെഫിനേഷൻ ഓഫ് ഇൻവേഴ്സ്. ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. A is an invertible matrix of order n, then there exists a matrix B of same order, then AB equal to BA equal to I, then B is called the inverse of A, isn't it? അപ്പോൾ AB equal to BA equal to I എന്ന ഐഡന്റിറ്റി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ we call that B is the inverse of A. അപ്പോൾ ഓൾറെഡി നമ്മൾ എലമെന്ററി ഓപ്പറേഷൻസ് വെച്ചിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട കാര്യവും നോക്കിയിരുന്നു. പക്ഷേ അതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. വൈ? ബിക്കോസ് എലമെന്ററി എക്സാമ്പിൾസ് കണ്ടിരുന്നു. ചില എലമെന്ററി ഓപ്പറേഷൻസ് കുറേ ഫുൾ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന എന്താണ്? ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത സമയം കളഞ്ഞ് എന്താ പറയുക, എലമെന്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്ത് ഫുള്ളും ഓപ്പറേഷൻസ് നടത്തിയിട്ട് എങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്താ, ഇപ്പം റോ ഈസ് ഈക്വൽ ടു റോ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഐ എന്ന ഫോമിൽ എടുത്ത് നമുക്ക് ഒരിക്കലും ആ LHSൽ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ നമ്മൾ കുറേ ഓപ്പറേഷൻസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾറെഡി നമ്മൾ ടൈം കുറേ അതിന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷനിൽ എത്തുന്നത് ദാറ്റ് മെട്രിക്സ് ഡസ് നോട്ട് ഹാവ് എനി ഇൻവേഴ്സ്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ലക്ഷ്യം എന്താ? വേഗം നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടായാലും അതിന് വേഗം തന്നെ സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ റിയൽ ലൈഫിലായാലും എങ്ങനെയായാലും. സോ അതുകൊണ്ടാണ് ഈ എലമെന്ററി ഓപ്പറേഷൻ ഇങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പകുതിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നത് ഡസ് നോട്ട് ഹാവ് എനി ഇൻവേഴ്സ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക്. അപ്പോൾ അതിൽ നിന്നാണ് വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കിയത്. അപ്പോഴാണ് ഈ ഡിറ്റർമിനൻസ് എന്ന കൺസെപ്റ്റിലൂടെ, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു അഡ്ജോയിന്റ്, കോഫാക്ടർ എന്നുള്ള കാര്യങ്ങളെല്ലാം. അഡ്ജോയിന്റ് ഓഫ് എ മെട്രിക്സ് എന്താണ്, അതെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ട് ഈസ് എ ഡിറ്റർമിനന്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ദിസ് ഇസ് സോ ഈസി. അപ്പോൾ ഫസ്റ്റ് അതിനായിട്ട് ഒരു തിയറം, എ സ്ക്വയർ മെട്രിക്സ് ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് നോൺ സിംഗുലർ. നമ്മൾ ആദ്യമേ എന്താണ് സിംഗുലർ, എന്താണ് നോൺ സിംഗുലർ മെട്രിക്സ് എന്നൊക്കെ ഡിസ്കസ് ചെയ്തു. സിംഗുലർ മീൻസ് ഡിറ്റർമിനന്റ് 0, നോൺ സിംഗുലർ മീൻസ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഒരു മെട്രിക്സിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എപ്പോഴേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ വെദർ ഇൻവേഴ്സ് എക്സിസ്റ്റ് ഓർ നോട്ട് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. എങ്ങനെ? അതിൻ്റെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. അതാണ് ഈ തിയറം പറയുന്നത്. എ സ്ക്വയർ മെട്രിക്സ് ഇസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഇസ് നോൺ സിംഗുലർ. അപ്പോൾ ആദ്യമേ നമുക്ക് മനസ്സിലാവും വെദർ ദാറ്റ് മെട്രിക്സ് കണ്ടെയ്ൻസ് ഇൻവേഴ്സ് ഓർ നോട്ട് by finding its determinant. Its determinant is not equal to 0, then it contains, that matrix contain inverse. So എന്താണ് ഇൻവേഴ്സ്? എ ഇൻവേഴ്സ് ഓൾറെഡി ഡിനോട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിരുന്നു. സോ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു adjoint A by determinant A. This is the formula to find inverse. That is, A inverse is equal to adjoint A by determinant A. That means inverse exists only if that matrix A is non-singular. Determinant നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. അത് ഇവിടുന്ന് ഫോർമുലയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അഡ്ജോയിന്റ് എ ബൈ ഡിറ്റർമിനന്റ് എ, ഡിനോമിനേറ്ററിലാണ് ഡിറ്റർമിനന്റ് എ. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ തന്നെ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ. സോ ഇൻവേഴ്സ്, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ഇൻവേഴ്സ് എന്ന് വന്നാൽ ഫസ്റ്റ് വാട്ട് യു ഹാവ് ടു ചെക്ക് വെദർ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0, എന്നിട്ടേ ബാക്കിയിലേക്ക് പോകാൻ പാടുള്ളൂ. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഹൗ ടു ഫൈൻഡ് അഡ്ജോയിന്റ് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അഡ്ജോയിന്റ് മീൻസ് cofactor matrix transpose of a cofactor matrix. And how to find cofactor, that you know, minor into -1 the whole aij. Cofactor aij is equal to -1 the whole raised to I plus j into mij, where mij is the minor. So നമുക്ക് ഇനി properties of determinants എന്താണെന്ന് നോക്കാം. These are some properties. A inverse, the whole inverse is equal to A. AB the whole inverse is equal to B inverse A inverse. A transpose the whole inverse is equal to A inverse the whole transpose. Then A into A inverse equal to A inverse A is equal to I. ഇതെല്ലാം നിങ്ങൾക്ക് എക്സാമ്പിൾസ് യൂസ് ചെയ്ത് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്.
സോ നമുക്ക് ഇൻവേഴ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. Find the inverse of this 2 by 2 matrix. So first inverse കാണാൻ പറഞ്ഞാൽ what you have to check is determinant exists or not. That means determinant not equal to 0 ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. So A is equal to matrix -1 5 -3 2. Its determinant 2 by 2 matrix ന്റെ A1 A22 minus A12 into A21. That is -1 into 2 minus 5 into -3. That is equal to 13, which is not equal to 0. Here determinant is not equal to 0, so inverse exists. Now what is inverse? Adjoint A by determinant A. So we want to find adjoint A. 2 by 2 matrix in the adjoint എഴുതുന്നത് ഏറ്റവും എളുപ്പമാണ്. ഇന്നലെ കാണിച്ചു തന്നു. What you have to write is just A11 ഉം then A22 ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. Then A12ന്റെയും A21ന്റെയും സൈന് മാറ്റുക. Here it is 5, so -5 -3 will become 3. ഇത് അങ്ങോട്ടേക്കൊണ്ട് ഇന്റർചേഞ്ച് ചെയ്തു. That is adjoint of this 2 by 2 matrix. It is so easy to find the adjoint of a 2 by 2 matrix. അതെല്ലാം നേരത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തതാണ്. സോ adjoint കിട്ടി. So A inverse is equal to adjoint A by determinant A. What is our determinant? That is 13, so which is equal to 1 by 13 into that adjoint matrix. This is the way to find the inverse of a 2 by 2 matrix. And എത്ര എളുപ്പത്തിലായി മറ്റേത് എലമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് എല്ലാം നടത്തി അത് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അവസാനം പറയും ഇൻവേഴ്സ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും ടൈം നമുക്ക് ലാഭിക്കാം. ദാറ്റ് ഈസ് ദ മേജർ ബെനിഫിറ്റ് ഓഫ് ദിസ് മെത്തേഡ്. നമുക്ക് ഇനി ഒരു 3 by 3 മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ദിസ് ഇസ് ദ മെട്രിക്സ്. സോ ഫസ്റ്റ് വാട്ട് വി വാണ്ട് ടു ചെക്ക് determinant is not that matrix is non-singular or not. That is determinant not equal to 0. 3 by 3 matrix ന്റെ determinant എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നെല്ലാം നേരത്തെ നമ്മൾ ഉള്ള വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. So determinant A is equal to 1. So it is not equal to 0. So it is a non-singular matrix. So inverse exists. So next we want to find the cofactors, isn't it? So cofactors A11. A11 is -1 the whole raised to 1 plus 1 into M11. M11, how to find M11? Avoid that row and column and you have to take the determinant of the remaining elements. Appo A11 is 0. The same way A12 0, A13 1, A21 0, A22 -1. This same way we have to find the other cofactors also. So A23 -1 the whole raised to 2 plus 3, that will get us -1. Then A31 equal to 1, A32 2, A33 1. So we found all the cofactors. So we can represent it in the matrix form. That is matrix of cofactors of A. A എന്ന മെട്രിക്സിന്റെ cofactors നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ മെട്രിക്സ് കോഫാക്ടറിന്റെ മെട്രിക്സ് ആണ്. ആ കിട്ടിയ എലമെന്റ്സ് എല്ലാം മെട്രിക്സ് ഫോമിലായിട്ട് എഴുതുന്നു. അതായത് A11 ക്യാപിറ്റൽ A11 A12 ആ ഓർഡർ. Now adjoint means its transpose. ഈ cofactor മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. cofactor മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമുക്കറിയാം ഇന്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളംസ്. ഈ ഫസ്റ്റ് റോ ദ കോളമായി മാറി ലൈക്വൈസ്. ഇനി adjoint A കിട്ടി. Now determinant A we already found it as 1. So adjoint A inverse is equal to adjoint A by determinant A. That is equal, here determinant is 1, so 1 by 1 is 1 itself. So whatever be the adjoint matrix that we got as inverse here. ഇവിടെ determinant A 1 ആയതുകൊണ്ടാണ് adjoint A എന്താണോ കിട്ടിയത് അത് തന്നെയാണ് ഇൻവേഴ്സ് ആയിട്ട് വന്നത്. ദിസ് ഇസ് ദ വേ മാക്സിമം പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ ഈസി ആവുള്ളൂ. സോ adjoint എന്ന കൺസെപ്റ്റും കിട്ടണം. അതിന് ഇഷ്ടംപോലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണം. സോ മെനി എക്സാമ്പിൾസ് ആർ ദെയർ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഇൻവേഴ്സ്. If the question is only find inverse, you can use this method. So sometimes the question will be find inverse using elementary transformations. Then you have to apply the first method, row transformation or column transformation. If it is not specified, you can just use this method. എന്തായാലും 4 or 6 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. സോ ബൈ പ്രാക്ടീസ് ഓൺലി ഇറ്റ് വിൽ ബി വെരി ഈസി. സോ പ്രാക്ടീസ് ചെയ്യുക. മാത്സ് എന്നാൽ മാത്രമേ ഈസി ആവുള്ളൂ. ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. സോ ഇരുന്ന് ഓരോ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. എക്സാമ്പിൾസ് ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി വൺ മോർ പ്രോപ്പർട്ടി, only square matrices have adjoint and inverse. Inverse square matricesനും adjoint square matricesനെ ഉണ്ടാവുള്ളൂ. അതുപോലെ
AB the whole inverse എന്താണ് നമ്മൾ നോക്കി B inverse A inverse. The same way A, B, C are matrices of same order. Then A, B, C the whole inverse is equal to C inverse, B inverse, A inverse. ഇതും ഒരു property ആണ്. Next, inverse by using algebraic equations. അതായത് നേരത്തെ നമ്മൾ find inverse of a matrix A എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു മെട്രിക്സ് ഫോമിൽ തരും. ചിലപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാം, സംടൈംസ് ഒരു മെട്രിക്സ് എന്റെ ആൽജിബ്രൈക് ഇക്വേഷൻ ഫോമിൽ തരാം, എന്നിട്ട് അത് സാറ്റിസ്ഫൈ ദാറ്റ് ആൽജിബ്രൈക് ഇക്വേഷൻ നോക്കാൻ പറയും. ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് ഇൻവേഴ്സ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ബൈ ദിസ് എക്സാമ്പിൾ. ഇവിടെ നോക്കാം, ഇഫ് ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്, ഇറ്റ്സ് എ 2x2 മെട്രിക്സ്, then show that a square is equal to 4a minus 3i where i is the identity matrix and find a inverse. അപ്പോൾ മെട്രിക്സ് എ തന്നിട്ടുണ്ട്, ആദ്യം നമുക്ക് ഈ ഇക്വേഷൻ വെരിഫൈ ചെയ്യണം. After that we want to find inverse. ഇതാണ് നമ്മുടെ algebraic equation. So a square, how to find a square പറഞ്ഞ ഓൾറെഡി മെട്രിസസ് എന്ന സെക്ഷനിൽ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. a square we want to find as a into a cube ആണെങ്കിൽ a square into a raised to n ആണെങ്കിൽ a raised to n minus 1 into a. അപ്പോൾ a square a into a the matrix multiplication already matrices എന്ന വീഡിയോന്റെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് 5 minus 4 minus 4 5. Then this is what is our LHS. Now RHS is 4a minus 3i, 4 into a minus 3 into identity matrix. So that is also equal to 5 minus 4 minus 4 5. So that equation is verified. Next we want to find its inverse. Inverse വേണമെങ്കിൽ first what we want to check whether determinant not equal to 0. That is that given matrix is singular or not. അപ്പോൾ here determinant A is equal to 3. So it is non-singular. That means its inverse exists. ഇനി എങ്ങനെ algebraic equationൽ നിന്ന് inverse കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് algebraic equationൽ നിന്ന് equation കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. അതായത് ഇവിടെ equation, algebraic equation given is a square is equal to 4a minus 3i. So first of all write that equation. ഏതാണോ given equation, just write that given equation. Here the equation is a square is equal to 4a minus 3i. After that next step is post multiply or pre multiply given equation by a inverse. Post multiply or pre multiply. ഒന്നിക്കൽ പോസ്റ്റ് മൾട്ടിപ്ലൈ അല്ല പ്രീ മൾട്ടിപ്ലൈ. അതായത് ഞാൻ ഇവിടെ പ്രീ മൾട്ടിപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ. പോസ്റ്റ് മൾട്ടിപ്ലൈ മീൻസ് എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ്. അതാണ് പോസ്റ്റ് മൾട്ടിപ്ലൈ ഓർ പ്രീ മൾട്ടിപ്ലൈ. ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്താൽ മതി. ആൻഡ് ഞാൻ ഇവിടെ ചെയ്തത് പ്രീ മൾട്ടിപ്ലൈ ആണ്. എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയർ ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ദാറ്റ് ടേം 4a minus 3i. ഇനി അത് എ സ്ക്വയർ മീൻസ് എ ഇൻറ്റു എ. സോ എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു 4 into a inverse a minus 3a inverse i. Now applying the properties of inverse. A inverse a is equal to i. Adana evident that I a equal to, here also a inverse a is equal to i. 4i minus a inverse into i is a inverse 3a inverse. From that 3a inverse is equal to 4i minus a. Now substitute the value. 3a inverse is equal to 4 into I 1001 minus our a given a. After simplifying what we will get, a inverse is equal to 1 by 3 into 2112. This is the way to find inverse by using algebraic equation. What you have to do is first write the given algebraic equation. After that post multiply or pre multiply the given equation by a inverse, then use the properties of inverse. Here I just pre-multiply the given equation by a inverse, and after that I use the properties of inverse, and by using that way I got the inverse. Understood? By verifying examples only you will get. So just practice by doing example, then it will be very easy for you. So next comes the application of determinants and matrices. ഞാൻ തുടക്കം മുതലേ പറഞ്ഞു, മെട്രിസസിൻ്റെ വീഡിയോ എടുത്തപ്പോഴും പറഞ്ഞു. ദെൻ ദിസ് ഡിറ്റർമിനൻറ്റ്സ്, ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ടൂൾ മെയിൻലി യൂസ് ടു സോൾവ് ലീനിയർ ഇക്വേഷൻസ്. സോ ഡിറ്റർമിനൻറ്റ് ആൻഡ് മെട്രിസസ് ഈസ് മെയിൻലി യൂസ് ടു സോൾവ് ലീനിയർ ഇക്വേഷൻസ് in 2 or 3 variables. And to check whether the consistency of the equations. So before that
what is meant by consistent and inconsistent equation എന്ന് നോക്കാം. Consistent means a system of equation is said to be consistent if its solution exists. And inconsistent means if there does not exist any solution. A system of linear equation does not have any solution means those equations are inconsistent. Consistent means if they have solutions. So how to find the solution by using this matrix? We can check. Let a1x plus b1y plus z1z equal to d1 and a2x plus b2y plus c2z is equal to d2 and a3x plus b3y plus c3z is equal to d3 be the given system of linear equation in three variables. That is its general form that you all know. Now, adengine matrix la represent cheyyam that x, y, c1 coefficient of x, y and z will become the first matrix, that is a1, a2, a3, b1, b2, b3, c1, c2, c3 and x is equal to the variables x, y and z and b is equal to the constants d1, d2 and d3. This is the matrix representation of the given linear equations. Idana linear equation de matrix representation. Ini how to find its values, the variables in the value x, y, z in the value engane kana. First, if a is non-singular means determinant a not equal to 0 anengil, then ax is equal to b implies x is equal to a inverse into b. Then ax is equal to, that non-singular anengil, the value of x, y, z will get by this equation a inverse into b. A in the coefficients in the coefficient matrix in the inverse kanda other b node multiply cheyumbo we will get the values of x, y and z. This method is called a matrix method. Since the inverse is unique, so we get unique solutions also. ഇതാണ് പിന്നെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസ് ചെയ്ത് അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ, അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇഫ് എ ഈസ് സിംഗുലർ ദെൻ എക്സ് ഇസ് ഈക്വൽ ടു ബി ദെൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. എ ഈസ് നോൺ സിംഗുലർ, ഇഫ് എ ഈസ് നോൺ സിംഗുലർ ദെൻ എക്സ് ഇസ് ഈക്വൽ ടു ബി, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി. അപ്പോൾ എ സിംഗുലർ ആയാലോ, ദാറ്റ് മീൻസ് matrix is singular anengil, that means inverse does not exist. That times how to find solution is you have to find adjoint a into b. അപ്പോൾ adjoint a into b കണ്ടുപിടിക്കുക, ഇൻവേഴ്സ് ഇല്ല. അപ്പോൾ adjoint a into b കണ്ടുപിടിക്കുക. അവിടെയും രണ്ട് കണ്ടീഷൻസ് വരും. adjoint a into b എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദാറ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ, അതിന് സൊല്യൂഷൻ ഇല്ല, ദ ആർ ഇൻകൺസിസ്റ്റന്റ്. ഓർക്കണം, എ സിംഗുലർ ആണെങ്കിൽ വാട്ട് വി വാണ്ട് ടു ഫൈൻഡ് adjoint a into b. adjoint a into b not equal to 0 ആണെങ്കിൽ that system of equations has no solution. That means that system of equations are inconsistent. ഇനി if adjoint a into b equal to 0 ആണെങ്കിൽ that system of equations may be consistent or inconsistent. കൺസിസ്റ്റന്റും ആവാം ഇൻകൺസിസ്റ്റന്റും ആവാം. അതായത് ദാറ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഓർ നോ സൊല്യൂഷൻ. ഇപ്പം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിൽ കൺസിസ്റ്റന്റ്, നോ സൊല്യൂഷൻ ആണെങ്കിൽ ഇൻകൺസിസ്റ്റന്റ്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ 3 ടൈപ്സ് ഓഫ്, ഒന്ന് യുണീക് സൊല്യൂഷൻ, ഗ്രാഫ് ഇന്റർസെക്റ്റിംഗ്, ദെൻ infinitely many solution, coincident lines, then parallel lines, no solution. So അതുപോലെയാണ് മെട്രിക്സ് മെത്തേഡിൽ we are checking whether it has infinitely many solutions or no solution എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതാണ് by using this condition. If a is non-singular then x is equal to a inverse b, unique solution. If a is singular then you have to check one more condition, adjoint a into b. adjoint a into b not equal to 0 then no solution, that is inconsistent. If adjoint a into b equal to 0 means it contains either infinitely many solution or no solution. If it is infinitely many solution, consistent, or if it is no solution means it is inconsistent. So in example നോക്കാം. Solve 3x minus y is equal to 5, 6x minus 2y equal to 3. So given linear equations 3x minus y is equal to 5 and 6x minus 2y equal to 3. So first we have to represent in matrix form, that is ax is equal to b. Matrix A means the coefficient of x and y, the 3, 6 and the -1, -2. Then the variable x is the variable used there, xy equal to b, the constants 5, 3. So we expressed it in the matrix form. After that we want to check
whether determinant A equal to 0 or not equal to 0. Singular ആണോ നോൺ സിംഗുലർ ആണോ. അപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ആകുമ്പോൾ നമുക്ക് അടുത്ത കേസ് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ നോക്കാൻ അഡ്ജോയിന്റ് A into B നോക്കണം. സോ ഫൈൻഡ് അഡ്ജോയിന്റ് A. 2x2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് ഈസി ആണ്. A11ഉം A22ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക. ദെൻ മറ്റേ രണ്ട് A12 A21ന്റെ സൈന് മാറ്റാം. സോ ഇന്റർചേഞ്ച് ചെയ്തു, -2 3 ആയി, പിന്നെ സൈന് മാറ്റി 1 ആയി, ഇത് -6 ആയി. Now adjoint A into B, adjoint A into B നമുക്ക് എന്ത് കിട്ടുന്നു? -7 -21. That is not equal to 0. Not equal to 0 means 0 മെട്രിക്സ് അല്ല കിട്ടിയത്. അപ്പോൾ എന്താണ് adjoint A into B not equal to 0 means this equation is inconsistent and has no solution. Equal to 0 ആണ് കിട്ടിയെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഓർ നോ സൊല്യൂഷൻ ആണ്. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരുന്നെങ്കിൽ കൺസിസ്റ്റന്റ് ആവും. മറ്റേ നോ സൊല്യൂഷൻ കേസസ് ഇൻകൺസിസ്റ്റന്റ്. സോ ദിസ് ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ, ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ്. സോ ഇങ്ങനെയാണ് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്ത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്. ഇനി നിങ്ങൾക്ക് വേർഡ് പ്രോബ്ലംസ് തരാം. ആ വേർഡ് പ്രോബ്ലം യു ഹാവ് ടു മേക്ക് ഇക്വേഷൻസ്. ആഫ്റ്റർ ദാറ്റ് യു വാണ്ട് ടു ഫൈൻഡ് വെദർ ദ ഗിവൺ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഇസ് കൺസിസ്റ്റന്റ് ഓർ നോട്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ് കിഡൂസ് ഗണിത ലോക. ഈ ഇന്നത്തെ മെട്രിസസ് ഡിറ്റർമിനൻസ് ആൻഡ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായെങ്കിൽ എന്നും പറയും പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.